ഹായ്. എന്തുകൊണ്ട് എം സ്വരാജ് നിലമ്പൂരിൽ വിജയിക്കണം? ഇപ്പം ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിലമ്പൂരിൽ ഉള്ള ഫർണിച്ചർ വ്യാപാരികൾക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫർണിച്ചർ വ്യാപാരികൾക്ക് ഒരു ആഗോള വിപണി നേടിക്കൊടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെയുള്ള മലയോര പ്രദേശങ്ങളിലുള്ള കർഷകർക്ക് ഓർഗാനിക് ഫാമിംഗ്, അതുപോലെ ഔഷധ സസ്യകൃഷി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വികസിപ്പിക്കുകയും അത് അവർക്കും ഇതുപോലെ തന്നെ ഒരു ആഗോള വിപണി നൽകണം എന്നുള്ളതുമാണ്. ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു 10,000 മുതൽ ഒരു 20,000 ഒക്കെ ഏർണിങ്സ് ഉള്ള ഒരു ബികോം ഒരു കൊമേഴ്സ് ബിരുദധാരികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കായിട്ട് ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ്, ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള ട്രെയിനിങ് ലഭ്യമാക്കുക. ഇനി അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി ഓഫ് പീപ്പിളുണ്ട്, വീട്ടമ്മമാർ. ഇപ്പം വീട്ടമ്മമാർക്ക് നമ്മൾ സാധാരണ കൊടുത്ത് കാണുന്നത് തുന്നൽ മെഷീനും ആട്, കോഴി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനു പകരമായിട്ട് ഫോറിൻ ലാംഗ്വേജസ്, ഇപ്പം ഫ്രഞ്ച്, അതുപോലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള വീട്ടമ്മമാർക്ക് ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നതിന്, ഇപ്പോൾ ഫ്രഞ്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ അവർ ജർമ്മൻ പഠിക്കുന്നു, അങ്ങനെയുള്ള ലാംഗ്വേജുകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും പിന്നീട് അവരുടെ വളർച്ചയ്ക്കും അത് വളരെ ഉപയോഗമാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാനും പറയാനും അവതരിപ്പിക്കാനും പറ്റുന്ന ഒരു നേതാവാണ് എം സ്വരാജ്. അദ്ദേഹത്തിനോട് എനിക്കുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇത്തരം രീതിയിൽ ഇത്തരം ആശയങ്ങൾ പറ്റുമെങ്കിൽ അദ്ദേഹം കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എം സ്വരാജ് വിജയിച്ചു വരുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ്, സാധാരണക്കാർക്കും നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർക്കും കിട്ടുന്ന ഒരു സ്പേസ് വൈഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടാൻ പറ്റുന്നത്. താങ്ക് യു.